ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ 3.6ൻ്റെ അപ്ഡേറ്റ് ഇന്നലെ വന്നായിരുന്നു. ഞാൻ വീഡിയോ ഇടുന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. അത് ഞാൻ വെച്ച് പിറ്റേ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ്. ഓക്കെ, അന്നേരം നമ്മുടെ 3.6ൻ്റെ അപ്ഡേറ്റിനകത്ത് നിങ്ങൾക്ക് കുറേ പവേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ജലം, വായു, അഗ്നി, പിന്നെ ഒരു ടെലിപ്പോർട്ടിന് സാധനമുണ്ട്. ഈ ഒരു ആനിമേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഒരു മാജിക് ഗോൾഡിൻ്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പബ്ജിയിൽ പണ്ട്. അതിനകത്ത് ഉണക്ക് തോന്നുന്നു. ഓക്കെ, അതല്ല കേസ്, നമ്മൾ ഈ ഒരു ടെലിപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് പോയിട്ട് ടെലിപ്പോർട്ട് ആവാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് വായു, ജലം, അഗ്നി. വായു വെച്ചിട്ടെങ്കിൽ കുറച്ച് ദൂരം കവർ ചെയ്ത് സ്പീഡിൽ പോകാൻ പറ്റും, അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ അഗ്നി. നിങ്ങളത് വെച്ചിട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ഫയർ ബട്ടൺ ഞെക്കുമ്പോൾ തീയൊക്കെ പോയിട്ട് കത്തുന്ന ഉണക്കൊക്കെ തോന്നും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു മഞ്ഞ സാധനം കൊണ്ട് ഇവൻറ്റിനകത്ത് അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്ലൈഡ് ചെയ്യാനും പിന്നെ സ്പീഡായി ഓടാനും പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റീകോളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് ചെത്ത് കഴിഞ്ഞാൽ നേരെ പ്ലെയിനിൽ കയറ്റി നേരെ ഇങ്ങോട്ടും. ഈ വെള്ളത്തിൻ്റെ സാധനം ഇവൻറ്റിൽ മാത്രമേ കാണാൻ പറ്റൂ. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈറ്റിൽ ജമ്പ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾ എങ്ങോട്ടും മോഷൻസ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ ലാൻഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെയുള്ള സാധനം എന്ന് വെച്ചാൽ ഇതിനകത്ത് മെയിൻ ലൂട്ട് ഇടുന്ന ഒരു വലിയൊരു അറയുണ്ട്. അവിടെ പോവുക, എല്ലാവരും കൂടെ പോയിട്ട് ടീം ഫുള്ളുണ്ടെങ്കിൽ പെട്ടെന്ന് ലൂട്ട് സെറ്റാവുന്നതായിരിക്കും. ഓക്കെ, അതൊന്ന് ഓപ്പൺ ആക്കേണ്ട ടൈമുണ്ട്, അതുള്ളൂ. പിന്നുള്ളത് ഈ ഒരു പാലമാണ്. ഓക്കെ, ഈ ഒരു പാലത്തേക്ക് കൂടെ നിങ്ങൾ നടന്നു പോയിട്ട് വേറൊരു ഐലൻഡിൽ ചെല്ലും. ഐലൻഡിൽ ചെല്ലുന്ന വെച്ചാൽ ഇവിടെ ഒരു പാ ഉണക്കുന്ന സംഭവം കണ്ടു. അവിടെ നിന്നിട്ട് നിങ്ങൾ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു വേൾഡിൽ പോവും. അവിടെ നിങ്ങൾക്ക് കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങളും. ഇവിടുന്ന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു കൂൾ ആനിമേഷനോടുകൂടി നിങ്ങൾ വേറൊരു വേൾഡിലോട്ട് പോകുന്നതായിട്ട് തോന്നും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എനിമിയൊക്കെ വരും. എനിമിയൊക്കെ സ്വാഭാവികമായിട്ടും വരും. വരുന്ന സമയത്ത് അവർ എൻട്രായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ തന്നെ വരും. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വെടിവെക്കാനോ ഗണ്ണെടുക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് റിലാക്സ് ആണ്. ഓക്കെ, ഇവിടെ കുറേ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ബോക്സിൽ ലൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോവുക, ലൂട്ടുക, പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കുക, കാഴ്ചകളൊക്കെ കാണുക. ഫുള്ളൊരു റിലാക്സ് വൈബാണ് കേസ്. ഓക്കെ, നിങ്ങൾക്ക് റിലാക്സേഷനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ചെറിയൊരു മ്യൂസിക്കൊക്കെ ഉണ്ട്, അതൊക്കെ കേട്ടിട്ട് ഇവിടെ അനങ്ങാതെ കുത്തിയിരിക്കുക, ഇത്രയൊക്കെയുള്ള കാര്യം. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു പാണ്ടയുണ്ട്. ഇതെനിക്കൊന്ന് ഗ്ലോബലിൽ മാത്രമേ ഒരു പാണ്ഡയെ കൊടുത്തിട്ടുള്ളൂ. BGMയിൽ വന്നപ്പോൾ ആ ഒരു പാണ്ഡയെ കാണാനില്ല കേസ്. ഓക്കെ, നിങ്ങളാരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു മെയിൻ ഇവൻറ്റിൽ നിന്ന് താഴോട്ട് ഇടയിൽ നിങ്ങൾക്കൊരു ഗ്ലൈഡർ കിട്ടും, അല്ലെങ്കിൽ ഒരു പാരഷൂട്ടിൻ്റെ വേറെ സാധനം, ഒരു ഗ്ലൈഡിങ് ഇത് കിട്ടും. ഓക്കെ, അത് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പോകാൻ പറ്റും. അതൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനലൊന്ന് ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്ത് പോവുക. അതൊരു നെക്സ്റ്റ് വീഡിയോ കാണാൻ നമ്മുടെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.